13 രാഷ്ട്രങ്ങളിലെ 500-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മീഡിയ വൺ സൂപ്പർ സ്മാഷ് റിയാദിൽ തുടരുന്നു. സൗദി ബാഡ്മിന്റൺ ഫെഡറേഷൻ ഹെഡ് കോച്ച് അമ്മാർ അവാദാണ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. നാളെ പുലർച്ചെ വരെ ഫൈനൽ മത്സരങ്ങൾ നീളും. സൗദി ബാഡ്മിന്റൺ ഹെഡ് കോച്ച് അമ്മാദ് അവാദായിരുന്നു മീഡിയ വൺ സൂപ്പർ സ്മാഷ് ഉദ്ഘാടകൻ. കേരള സ്റ്റേറ്റ് ടീം അംഗങ്ങളായ ഹാനിൻ റഹ്മാൻ, ഇമ്മാനുവൽ സാജി എന്നിവർക്കുള്ള എമർജിംഗ് പ്ലെയർ പുരസ്കാരവും സ്പോൺസർമാർക്കുള്ള മെമന്റോയും സൗദി ഹെഡ് കോച്ച് സമ്മാനിച്ചു. ചടങ്ങിൽ ടൂർണമെന്റ് ടെക്നിക്കൽ ഡയറക്ടർ മക്ബൂൽ മണലോടി, മീഡിയ വൺ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കൊടിഞ്ഞി, മീഡിയ വൺ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള 500-ലധികം കളിക്കാർ പങ്കെടുക്കുന്ന സൂപ്പർ സ്മാഷിന്റെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രിയോടെയായിരിക്കും. ഇവിടെ ഇതുപോലത്തുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മീഡിയ ഔട്ട് പോലുള്ള ഒരു ഇന്ത്യയിലെ നമ്പർ 1 മീഡിയ ചാനലായ മീഡിയ ഔട്ടിൻ്റെ കൂടെ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ ടെലിമണി എന്ന റെമിറ്റൻസ് സെന്ററിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും ഇതിന്റെ റെമിറ്റൻസ് പാർട്ണറായി പങ്കെടുക്കാൻ പറ്റിയതിലും മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരുപാട് ബാങ്കുകൾക്കിടയിൽ മികച്ച സർവീസ് നൽകുന്ന ഒരു സർവീസാണ് ടെലിമണിയുടെ സേവനം. റായിദ് പ്രോ കോർട്ടായിരിക്കും വേദി. 35 കാറ്റഗറികളിലാണ് മത്സരങ്ങൾ. This one is one of the most biggest tournament I've joined. The committee is very accommodating also. The place is very huge. It's very good tournament actually. The badminton community here is very large, not only for the Filipino. There are Malaysian, Indonesian, and now Saudi is also trying to play the badminton right now. I can see it. They have a huge impact with them, the badminton. റിയാദിലെ ടൂർണമെന്റിന് ശേഷം സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ സൂപ്പർ സ്മാഷ് തുടരും. മീഡിയ വൺ, റിയാദ്.